ഫ്രണ്ട്സ് വെൽക്കം ടു വിദ്വാൻ പി എസ് സി വേൾഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 3rd ചാപ്റ്ററാണ് നമ്മൾ കണ്ടത്. അത് ഫുള്ള് കണ്ടിട്ടില്ല. നമ്മൾ തുടക്കത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് കണ്ടത്. ഭരണഘടന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഒരു ഇതായിട്ട് ചെയ്യാം, വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് ഭരണഘടനയിൽ പല കാര്യങ്ങളും. പക്ഷേ SCERT-യിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ട് കാര്യമില്ല. ആഴത്തിലുള്ള അറിവ് ഈ പറയുന്ന ടോപ്പിക്സിൽ നമുക്ക് ആവശ്യമാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വെറും നോളജ് പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ചില ടേംസ് അത് മലയാളത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെന്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന്. സോ ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം, അല്ലാതെ വരാം. സോ അവിടെ ഒരിക്കലും പകച്ചു നിന്ന് പോയിട്ട് നമുക്ക് 10th ലെവലിന്റെ മാത്രമല്ല ഡിഗ്രി ലെവലിനൊക്കെ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അത് ടെക്സ്റ്റിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ചോദിക്കും. സോ ഇങ്ങനത്തെ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ റെഫറൻസ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയാസ്. ജസ്റ്റ് ടെക്സ്റ്റിൽ കൺഫൈൻഡ് ആയിട്ട് മാത്രം നിൽക്കരുത്. സോ അതെങ്ങനെ നോക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് വീണ്ടും പറയണം, ഈ ഒരു മേഖലയും കൂടെ എടുത്തിട്ട്. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് എക്സാമിനും അതുപോലെ തന്നെ KS-നും ഈ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയലിൽ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. അത് നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ലാബ് അസിസ്റ്റന്റിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പും KS-ന് ഒരു ഫാക്ച്വൽ മോഡലിലുള്ള ഒരു ക്വസ്റ്റനും ആയിരുന്നു. പക്ഷെ ഞാൻ റാങ്ക് ഫയലിലൊന്നും നോക്കിയിട്ട് ഈ ഒരു സംഭവം കണ്ടില്ല. നമ്മൾ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മളിത് കണ്ടത് ആൻസർ. അപ്പോൾ ഇത്തരം ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനൊക്കെ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണ്ടേ. നമ്മൾ SCERT പാഠഭാഗത്തെ വെറും കാര്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ SCERT-യോടൊപ്പം ഇത് നിങ്ങൾ കവർ ചെയ്യണം. ഇനിയും നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഓരോ പോർഷൻസ് കാണും. അതിനോടൊപ്പം നമ്മൾ വീണ്ടും ഇതൊന്ന് റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ മറക്കില്ല. സോ ഇങ്ങനെ വേണം പഠിക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ SCERT ക്ലാസ്സസ് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യാം. വൃന്ദാവൻ PSC വേൾഡ് എന്നുള്ള ചാനൽ നെയിം ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ക്ലാസ്സസിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മൾ ഓരോ ക്ലാസ്സസും എടുക്കുന്നത്. 5 തൊട്ട് 10 വരെയുള്ള സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഡെമോ പോലെ കാണിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് നിങ്ങളൊരു കോൺസ്റ്റിറ്റ്യൂഷനെയും നിങ്ങൾ സെൽഫായിട്ടാണ് പഠിക്കുന്നതെങ്കിലും ഇങ്ങനെ പഠിക്കുന്നതാണ് ബെറ്റർ. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ആ ഒരു റെഫറൻസിന് മാറ്റി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എക്സ്ട്രാ റെഫർ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് ഇനി അത് വായിച്ചെടുക്കുക അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുക മാത്രം മതി. ഓക്കെ, സോ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോർഷൻസും ഘട്ടം ഘട്ടമായി തിരിച്ച് SCERT അടക്കം എക്സ്ട്രാ ഫാക്ട്സോട് കൂടി അതിൽ എന്ന് വെച്ച് നമ്മൾ ഒരു ഭാഗം റിലേറ്റ് ചെയ്ത് നമ്മൾ എക്സ്ട്രാ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അത്രയും വേണ്ട. നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് വെച്ചിട്ട് PYQs വെച്ചിട്ട് വേണ്ടത് എന്തൊക്കെയാണോ എക്സ്ട്രാസ്, ആ എക്സ്ട്രാസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അല്ലാതെ നമ്മൾ കിട്ടുന്ന എല്ലാ ഫാക്ട്സും ഈ ഒരു ഒറ്റ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നോക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പഠനം തീരില്ല. സിലബസിൽ എല്ലാ പോർഷൻസും കഴിയില്ല. സോ വൈസ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം, സ്മാർട്ടായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. സോ നമ്മൾ കഴിഞ്ഞ തവണ മൊണ്ടിഗു ഷെംസ്ഫോർഡ് റിഫോംസിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ടെക്സ്റ്റിൽ കേവലം 5 പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഈ ഓരോ 5 പോയിന്റ്സും ശ്രദ്ധയോടുകൂടി നോക്കണം. അതിൻ്റെതായ വ്യാപ്തിയുണ്ട്. ഇത് ചോദിക്കും. അപ്പോൾ മൊണ്ടിഗു ഷെംസ്ഫോർഡ് റിഫോംസും ഈ ചാപ്റ്ററിന്റെ തുടക്കം കാണാത്തവർ പ്രീവിയസ് വീഡിയോ കാണാൻ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ തുടർന്നും ഇങ്ങനെയുള്ള ക്ലാസ്സസ്, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഈ പറയുന്ന 5 തൊട്ട് 10 വരെയുള്ള എല്ലാ സബ്ജക്ട്സ് ഇൻ ദ സെൻസ് സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നെയിം ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ക്ലാസ്സസിനെ കുറിച്ച് പറയാം. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ മറക്കില്ല. ട്രസ്റ്റ് മീ, SCERT നിങ്ങൾക്ക് നല്ല രീതിയിൽ SCERT-യിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935? കുറേയധികം വ്യത്യസ്തമായ കാര്യങ്ങൾ അവർ പറയുന്നു. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. ഈ വിഭാഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെക്ഷൻസ് ആണ് അല്ലെ. 321 സെക്ഷൻസും 10 ഷെഡ്യൂൾസും. ഓക്കെ, അതാണ് ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ഇന്ത്യയിൽ എങ്ങനത്തെ ഭരണമാണെന്ന് അറിയോ മെയിൻലി ഉദ്ദേശിച്ചത്? ഒരു ഫെഡറൽ ഭരണമാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പോൾ ഒരു രണ്ടാമത്തെ പോയിന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു ഫെഡറൽ സ്ട്രക്ചർ. അതായത് വേറൊന്നുമല്ല, ഫെഡറൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളുടെ നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഫെഡറൽ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എക്സ്ട്രീംലി ഫെഡറൽ അല്ല, ഒരു യൂണിറ്ററി ഇൻ നേച്ചർ ആണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോൾ ഈ ഫെഡറൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഇപ്പോൾ USA-യിലുള്ള പോലെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും, അവിടെ സ്റ്റേറ്റിനും അതിൻ്റെതായ അധികാരമുണ്ട്. ഇനി മൊത്തത്തിൽ ആ സ്റ്റേറ്റ്സ് അത്രത്തോളം, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ആ 50 സ്റ്റേറ്റ്സും അല്ലെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെന്റർ പോലെയുണ്ട്. ഒപ്പം ഈ 50 സ്റ്റേറ്റ്സിനും അതിൻ്റെതായ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അധികാരങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രൊവിൻസസ് ഉണ്ടല്ലോ, പ്രവിശ്യകളിൽ ദ്വിഭരണം അഥവാ ഡയാർക്കി ആയിരുന്നു ആദ്യം മൊണ്ടിഗു ഷെംസ്ഫോർഡ് റിഫോംസിൽ ചെയ്തത്. എന്താണ് ഡയാർക്കി എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ
പ്രവിശ്യകളിലെ ദ്വിഭരണം ഈ പറയുന്ന ആക്ട് എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. പകരം എന്ത് ചെയ്തു? കേന്ദ്രത്തിനും ഈ പറയുന്ന പ്രോവിൻസസിനും ഇടയിൽ അധികാരം വിഭജിച്ചു. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ ഇവർക്കിടയിൽ അധികാരം വിഭജിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷും ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പോയിന്റ്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. എവിടത്തെ പ്രോവിൻസസിലെ ദ്വിഭരണം എന്ത് ചെയ്തു? അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവിടെ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്? അത് വ്യത്യാസമുണ്ട്. നോക്കി, ദ്വിഭരണം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ദ്വിമണ്ഡല സഭ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്നുള്ളതാണ്. ഓക്കെ, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. എന്താ ബൈ ക്യാമറലിസം? നിങ്ങൾക്കറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും, നമ്മളുടെ ഇപ്പോൾ ലോക്സഭ നമ്മൾ പറയുന്നില്ല, ഇപ്പോൾ സ്റ്റേറ്റിൽ നമ്മളുടെയൊക്കെ കേരള എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. ചില സ്റ്റേറ്റ്സിൽ നിങ്ങൾക്കറിയാം അസംബ്ലിയും ഉണ്ട്, കൗൺസിലും ഉണ്ട്. ഇനി നമ്മൾ സെൻറ്ററിൽ നോക്കുമ്പോൾ ലോക്സഭയും ഉണ്ട്, രാജ്യസഭയുണ്ട്. അതുപോലെ തന്നെയല്ലേ സ്റ്റേറ്റ്സിൽ ഇത്. അതുപോലെ ഈ പറയുന്ന 6 പ്രൊവിൻസസിൽ ഏതാണെന്നറിയോ? ആ 6 പ്രൊവിൻസസ് ഞാൻ എഴുതാം. ബോംബെ, ബംഗാൾ, മദ്രാസ്, ബീഹാർ, അസം ആൻഡ് യുണൈറ്റഡ് പ്രൊവിൻസ്. ഈ പറയുന്ന 6 പ്രൊവിൻസസിന് എന്ത് ചെയ്യുന്നു? ദ്വിസഭ അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നു. ഓക്കെ, ഈ 6 എന്തുണ്ട്? ഈ പറയുന്ന രീതിയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും നിലവിൽ വരുന്നു. ഓക്കെ, അന്നത്തെ രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സ് ശ്രദ്ധിച്ചില്ലേ? നമ്മൾ എത്ര സെക്ഷൻസ്? 321 വിഭാഗങ്ങൾ, 10 പട്ടികകൾ പറഞ്ഞു. പിന്നെ ഫെഡറൽ പോലെ, അതായത് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിക്കുന്നു. പിന്നെ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. അതുപോലെ കേന്ദ്രത്തിലും ദ്വിമണ്ഡല സഭ. നമ്മൾ പറഞ്ഞില്ലേ, ലോക്സഭ രാജ്യസഭ പോലെ തന്നെ അന്ന് അതും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പിന്നെ ഇതിൽ എഴുതിയിട്ടില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അധികാര വിഭജനം ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്ന യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ 3 ലിസ്റ്റുകളിലായിട്ട് അന്ന് ഈ അധികാരം വിഭജിക്കുന്നു. ഫെഡറൽ, പ്രൊവിൻഷ്യൽ, കൺകറന്റ്. ഫെഡറൽ എന്ന് പറയാൻ കാരണം എന്താ? അന്ന് നമ്മളുടെ യൂണിയൻ എന്നുള്ളൊരു ഇതിലല്ലല്ലോ, ഫെഡറൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ ഒരു സെപ്പറേഷൻ എന്നുള്ള രീതിയിലൊക്കെ പവർ ഉണ്ട്. പിന്നെ പ്രൊവിൻസസ് ആണ്, ഇന്നത്തെ സ്റ്റേറ്റ്സിന് തുല്യമായി അന്ന് പ്രൊവിൻസസ് ആണുള്ളത്. പിന്നെ കൺകറന്റ് ലിസ്റ്റ്. ഇങ്ങനെ അധികാരം വിഭജിക്കുന്നു. ഇതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഫെഡറൽ കോർട്ട്. ഈ നിയമപ്രകാരം 1937 ഒരു ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? 7ാമത്തത്, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, സ്പെഷ്യൽ എന്താ പറയുക, ഇലക്ട്രേറ്റ്സ്, മണ്ഡലങ്ങൾ എന്ത് ചെയ്യുന്നു? ഏർപ്പെടുത്തുന്നു. ഓക്കെ, സോ അന്നത്തെ ഈ ഒരു നിയമം അഖിലേന്ത്യാ ഫെഡറേഷൻ അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഒന്നിപ്പിച്ച് ഒരു ഫെഡറേഷൻ എന്നുള്ള രീതിയിലാണ് നിർദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ 1858 നിയമപ്രകാരം കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇത് നിർത്തലാക്കി. പക്ഷെ അത്രയൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഞാൻ ഈ പറഞ്ഞ 7 ഫാക്ട്സോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രത്യേക പ്രാതിനിധ്യം മുസ്ലിങ്ങൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, പട്ടികജാതിക്കാർക്കൊക്കെ സംവരണം നൽകിയിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ വോട്ടവകാശമൊക്കെ നൽകിയല്ലോ, ഒരു ജനസംഖ്യയുടെ ഏകദേശം 10% ആളുകൾക്കെങ്കിലും വോട്ടവകാശം നൽകി. അതായത് കുറച്ചും കൂടെ ഈ വോട്ടവകാശം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാർക്ക് വോട്ടവകാശം ലഭിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. കുറേയധികം കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോ ചെയ്തിട്ടുള്ളത്, അല്ലെ? അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി കാണും അങ്ങോട്ട്. നെക്സ്റ്റ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് നയിക്കുന്നതിൽ കുറച്ച് മിഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന ഓർഡറിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്തൊക്കെ മിഷൻസ് അല്ലെങ്കിൽ പ്രപ്പോസൽസ് ആണ് ഇന്ത്യക്കൊരു ഭരണഘടന വേണം, അതിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്? ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓഗസ്റ്റ് ഓഫർ ആണ് വരുന്നത്. ഓഗസ്റ്റ് ഓഫർ 1940 എന്താണ്? ഫസ്റ്റ് ടൈം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്യാണ് എന്ത്? ഇൻ പ്രിൻസിപ്പൽ ദാറ്റ് ഇന്ത്യൻസ് ഷുഡ് ഫ്രെയിം ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാർ തന്നെ ഒരു ഭരണഘടന നിർമ്മിക്കണം എന്നുള്ള രീതിയിൽ തത്വത്തിൽ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതിലാണ്, ഓഗസ്റ്റ് ഓഫറിലാണ്. അതിനൊരു റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻ ബോഡി ഉണ്ടാക്കാം. അതായത് ഇന്ത്യയിലെ ജനപ്രതിനിധികളെയൊക്കെ ചേർത്തിട്ട് ഒരു ബോഡി ഫോം ചെയ്യുക. ആ ബോഡി എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഇത് വേൾഡ് വാർ 2 ശേഷമായിരിക്കും. ഓക്കെ, അന്ന് ഈ വേൾഡ് വാർ 2 ഇന്ത്യക്കാരുടെ സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓഗസ്റ്റ് ഓഫർ അങ്ങോട്ട് ലിൻഡ് ടു ഗോ ഇറക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് ഓഫർ 1940 ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇൻ പ്രിൻസിപ്പിൾ, അതായത് തത്വത്തിൽ ഏതിലാണ് ഈ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാർക്ക് തന്നെ ഭരണഘടന നിർമ്മിക്കാം എന്നുള്ളത് ബ്രിട്ടീഷുകാർ അംഗീകരിക്കുന്ന ഏത് പ്രപ്പോസൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഗസ്റ്റ് ഓഫറാണ് 1940. രണ്ടാമത്തത് ക്രിപ്സ് മിഷൻ.
അത് 1942. ഈ ഓർഡറും ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് ഒരു മിഷൻ എന്താണ്, ഇത് ആരുടെ നേതൃത്വത്തിൽ വന്നതാണ്? സ്റ്റെഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ വന്നതാണ്. സോ ഇവിടെയും ഫുൾ ലക്ഷ്യം എന്ത് തന്നെയാണ്? ഇന്ത്യക്കാരുടെ സപ്പോർട്ട് വേണം. എന്തിന്? ഈ പറയുന്ന വേൾഡ് വാർ 2 സമയത്ത്. സോ പറയാണ് വേൾഡ് വാറിന് ശേഷം എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ ബ്രിട്ടീഷിന്റെ ആ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം, അതിൽ വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്താം എന്നുള്ള രീതിയിൽ ഒരു മിഷൻ വരികയാണ്. അതാണ് ക്രിപ്സ് മിഷൻ. അപ്പോൾ ഈ മിഷൻ മുന്നോട്ട് വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ വേഗം ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്താണ്? ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകാം, അതായത് പുത്രികാ രാജ്യ പദവി. എന്താ ഈ പുത്രികാ രാജ്യ പദവി അഥവാ ഡൊമിനിയൻ സ്റ്റാറ്റസ്? നിങ്ങൾ ഈ വ്യത്യാസം മനസ്സിലാക്കണം. ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകാം എന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല, ഇന്ത്യക്ക് സ്വയം ഭരണം നടത്താം, തെറ്റില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, സെൽഫ് ഗവേൺ ചെയ്യാം. പക്ഷേ അത് ബ്രിട്ടീഷ് കോമൺവെൽത്തിന്റെ കീഴിലായിരിക്കും. അതായത് അറിയപ്പെടുമ്പോൾ ബ്രിട്ടീഷ് കോമൺവെൽത്തിന്റെ കീഴിൽ തന്നെയാണ് ഇന്ത്യ, ബട്ട് അത് നിങ്ങൾക്ക് സെൽഫ് ഗവേൺ ചെയ്യാൻ പ്രശ്നമില്ല. അതാണ് ഈ ഡൊമിനിയൻ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന റിപ്പബ്ലിക് ആകുന്നത് വരെ, അല്ലെ 1950 ജനുവരി 26 ആ ഒരു ഇതിൽ വരെ ഇന്ത്യ ഇത് ഈ ഒരു പേര് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പേരിൽ മാത്രം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡൊമിനിയൻ സ്റ്റേറ്റസ് നൽകാമെന്ന് ക്രിപ്സ് മിഷൻ മുന്നോട്ട് വെച്ചൊരു പ്ലാനാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഓക്കെ, നിങ്ങളുടെ ഇന്ത്യൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര് എന്ത് ചെയ്യും? വേൾഡ് വാറിന് ശേഷം ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, പിന്നീട് അങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ ഈ ക്രിപ്സ് മിഷനിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഡൊമിനിയൻ സ്റ്റേറ്റസ് എന്ന് പറയുന്ന ഓഫറിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പുത്രികാ രാജ്യ പദവി വേണ്ട, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ് വേണ്ടതെന്നുള്ള അഭിപ്രായമായിരുന്നു അന്നത്തെ കോൺഗ്രസിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ഈ പറയുന്ന എന്താണ് സിംഗിൾ ഇന്ത്യൻ യൂണിയൻ എന്നുള്ളതിനോട് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം അഭിപ്രായ വ്യത്യാസം കാരണം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ക്രിപ്സ് മിഷൻ ഒരു ഫെയിലിയർ ആകുന്നു. ഓക്കെ, ഈ ക്രിപ്സ് മിഷനാണ് ഗാന്ധിജി എന്ത് പറഞ്ഞത്? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നുള്ള രീതിയിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. പിൻതീയതിക്ക് ഒപ്പിട്ട ഒരു ചെക്ക്. എന്താണത്? അത് ഉദ്ദേശിച്ചത് എന്താ? ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഡൊമിനിയൻ സ്റ്റേറ്റസ് തരാം, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കാം, പക്ഷെ എന്തിനു ശേഷം മാത്രം? വേൾഡ് വാറിന് ശേഷം മാത്രം. അത് എന്താണ്? അതൊരു കാരണം വേൾഡ് വാർ എപ്പോൾ അവസാനിക്കുന്ന അറിയില്ല, ഒന്നാമത്തെ കാര്യം. അത് നീണ്ടുപോകുമോ എന്നുള്ളത് അറിയില്ല. അപ്പൊ അതൊരു വെയ്ഗ് ആയിട്ടുള്ള എന്താണ്, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്നതിൽ തരാമെന്ന് പറഞ്ഞിട്ടില്ല. അതിനൊരു ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇത് കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയില്ല. തീയതി പിന്നീട് ഇടുന്നത്. ഓക്കെ, പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. എന്നാണിത്? ചെക്കിന്റെ സ്പെല്ലിംഗ് മാർക്ക്. ഓക്കെ, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം ക്രിപ്സ് മിഷന് കൊടുത്തത്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ? വീവൽ പ്ലാൻ ആണ്. ഓക്കെ, വീവൽ പ്ലാൻ, അല്ലെങ്കിൽ ഇതിനെ ഷിംല കോൺഫറൻസ് എന്നും വിളിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. 1945 ഷിംല കോൺഫറൻസ് അല്ലെങ്കിൽ വീവൽ പ്ലാൻ പറയുന്നത്. ഇതൊരു മിഷൻ എന്നുള്ള രീതിയിലല്ല വരുന്നത്. മറ്റുള്ളത് പറഞ്ഞ പോലെ ഇതൊരു അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് വേവല് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ വേണം, എന്ത് വേണം, അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നു. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അന്നത്തെ വൈസ്രോയി ആയ ലോർഡ് വേവല് ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണ്? ഇന്ത്യൻ ലീഡേഴ്സിന്റെ ഒരു ഇന്ററിം താൽക്കാലിക ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കാം. ഓക്കെ, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് ബോഡിക്ക്, അതായത് ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് മുൻപ് ഒരു ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ടെമ്പററി ആയ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഇന്ത്യൻ ലീഡേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഇത് ഉണ്ടാക്കാം. ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു താൽക്കാലിക ഗവൺമെന്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. ബട്ട് ഇതും എന്തായി? പരാജയമായി പോയി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്ന എന്ത് വരുന്നു? ക്യാബിനറ്റ് മിഷൻ വരുന്നു. ക്യാബിനറ്റ് മിഷൻ വരുന്നു 1946. ഓക്കെ, അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ലോർഡ് പെത്വിക് ലോറൻസ്, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്, നേരത്തെ ക്രിപ്സ് മിഷനിലെ അതേ ക്രിപ്സ് തന്നെയാണത്, ആൻഡ് A.V. അലക്സാണ്ടർ. ഈ 3 പേരടങ്ങുന്ന ഒരു മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷനാണ് ഫൈനലി എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ അവർ വരുന്നു, എങ്ങനെ വേണം ഈ പറയുന്ന ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻസ്, അതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ തന്നെയാണത്, അത് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, ഇനി ഈ ക്യാബിനറ്റ് മിഷന്റെ ബേസിസിൽ വന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന സംഭവം ഏത് മിഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാബിനറ്റ് മിഷൻ ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനിയാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കിടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഓർഡറിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഔട്ട്ലൈൻ കിട്ടി. അതിനുശേഷം വേണം നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് പഠിക്കാൻ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറഞ്ഞത് കൂടാതെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറേയധികം നോക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ കുറിച്ച്. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള സവിശേഷതകളിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ആ ഒരു ഓർഡറിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ശ്രദ്ധിക്കണം, ഇതൊക്കെ ചോദ്യമായിട്ട് വരും. ഒന്നാമത്തെ കാര്യം,
ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത് 1946 ഡിസംബർ 6 ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ അല്ലെ. ഇനി 1946 ഡിസംബർ 9 ഫസ്റ്റ് സെഷൻ, ആദ്യത്തെ സെഷൻ. ഇത് ഈ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ നിങ്ങൾ. മൂന്നാമത്, ആദ്യമായിട്ട് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വരുമ്പോൾ താൽക്കാലിക അധ്യക്ഷനായി വരുന്നത്, ടെമ്പററി അധ്യക്ഷനായി വരുന്നത് ആരാണ്? ടെമ്പററി ചെയർമാൻ എന്ന് പറയാം അല്ലെ. അധ്യക്ഷനായി വരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ. എന്നാൽ 1946 ഡിസംബർ 11 പെർമനന്റ് അധ്യക്ഷനായി, സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ. പിന്നീട് ഇദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആകുന്നത്. നിങ്ങൾക്കറിയാലോ. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷന്മാർ എന്നുള്ളത്? ഈ പേരുകളൊന്ന് ഓർത്തു വെക്കുക. HC മുഖർജി ആദ്യം വരുന്നു, പിന്നീട് VT കൃഷ്ണമാചാരി. ഓക്കെ. പിന്നെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് വരുന്നത് ആരാണ്? സെക്രട്ടറി ആയിട്ട് വരുന്നത് HVR അയ്യങ്കാർ. ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്യുന്നത് JB കൃപലാനി. എപ്പോൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പഠിക്കുമ്പോഴും ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കില്ല. ഒരിക്കലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് പക്ഷെ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? SN മുഖർജി. ഓക്കെ. SN മുഖർജിയാണ് ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. പക്ഷെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് SN മുഖർജിയാണ്. ഇനി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ 8 ഫാക്ട്സ് പറഞ്ഞു അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമുക്ക് കുറേ അധികം പറയാൻ പറ്റും, പക്ഷെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ. ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഓക്കെ. അത് മാത്രമല്ല മ്യാൻമറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ഉപദേശകനായി ഇരുന്നിട്ടുള്ള ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയതുമായിട്ടുള്ള ഫാക്ട്സ് നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തത് വരുമ്പോൾ പഠിക്കാം. ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകൃതമാകുമ്പോൾ അതിലെ അംഗങ്ങളുടെ എണ്ണം, ഇനി നമ്മൾ ആ സ്ട്രക്ചറിലേക്കാണ് കിടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ. ഓക്കെ. അതിൽ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്ര പേരായിരുന്നു? 389 പേരായിരുന്നു. ഓക്കെ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഈ 389 ഇലക്റ്റഡ് ആയിട്ടുള്ളവർ ആരൊക്കെയായിരുന്നു? 296 പേരായിരുന്നു. ഓക്കെ. 296 പേരായിരുന്നു. ബാക്കി 93 പേര് അല്ലെ, 93 പേര് നോമിനേറ്റഡ്. ഓക്കെ. ഫ്രം പ്രിൻസിലി സ്റ്റേറ്റ്സ്. ഓക്കെ. നാട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ് 93 എന്ന് പറയുന്നത്. ഓക്കെ. ശ്രദ്ധിക്കുക, ഈ 296 292 പേര് 11 ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്നും 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു. ഈ എണ്ണമൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കണം. ഇനി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പറയുന്ന അംഗങ്ങളെ തിരഞ്ഞെടുത്തത്? അല്ല. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ഓക്കെ. അതിന്റെ വളരെ എക്സ്ട്രീം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ബോധേഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഒരു 10th ലെവലിനൊന്നും അത് അത്രയും ചോദിക്കില്ല. പക്ഷെ ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന ആളുകൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ആ ഒരു ഇലക്ഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ഇപ്പോൾ പറഞ്ഞല്ലോ എന്താണ്, ആകെ 389 അംഗങ്ങൾ, അതിൽ 296 പേർ എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടവരും 93 പേർ നോമിനേറ്റഡ് ഫ്രം പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലെ. ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 296 അതായത് INC-ക്ക് 208 കിട്ടിയപ്പോൾ മുസ്ലിം ലീഗിന് 73, അതേഴ്സ് മറ്റുള്ളവർക്ക് 15. ഈ സംഖ്യകളൊക്കെ ഓർത്തു വയ്ക്കണം, സ്ഥിരം ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഓക്കെ. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ഏതാണ്? ഏറ്റവും കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ എന്ന് പറയുന്നത് അത് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. ഓക്കെ. യുണൈറ്റഡ് പ്രൊവിൻസസിൽ നിന്ന് 55 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ. ഇന്നത്തെ നമ്മൾ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞല്ലോ വിഭജനത്തിന് മുൻപാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാകുന്നത് അല്ലെ. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ സ്വാഭാവികമായി എന്ത് ചെയ്തു? പിരിഞ്ഞു പോയി. സോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389 എന്നുള്ളതിൽ നിന്ന് 299 ആയിട്ട് മാറി. തിരഞ്ഞെടുക്കപ്പെട്ട 296 പേരെന്നുള്ളത്
229 93 പേര് പ്രിൻസിലി സ്റ്റേറ്റ്സിൽ എന്നുള്ളത് 70 പേരായി. ഓക്കെ, ഇനി രൂപീകൃതമാകുമ്പോൾ സഭയിൽ 17 വനിതകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അത് 15ആയി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ബിഫോർ പാർട്ടീഷൻ ആണെങ്കിൽ ഇത് ആഫ്റ്റർ പാർട്ടീഷൻ ആണ്. ഓക്കെ, ഇനി ഈ വനിതകളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ LDCക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകളിൽ, അതായത് വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഉൾപ്പെടാതിരുന്നത് ആരാണ് താഴെ തന്നിട്ടുള്ളവരിൽ എന്നുള്ള രീതിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 15 വനിതകളെയും നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധയോടുകൂടി പഠിക്കണം. 15 വനിതകൾ. ഒന്ന്, മലയാളികളായിട്ടുള്ളവരെ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഓർക്കണം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഓക്കെ, ഈ 3 പേരെ എന്തായാലും നിങ്ങൾ ഓർക്കണം. അക്കമ്മ ചെറിയാനായിരുന്നു അന്ന് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. അക്കമ്മ ചെറിയാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്നില്ല. ഇപ്പം 3 പേരെ കണ്ടു, ബാക്കി 12 പേരെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് പേര് പറയാം. കമല ചൗധരി, മാലതി ചൗധരി, പൂർണിമ ബാനർജി, ബീഗം ഐസ്വാസ് റസൂൽ, ദുർഗാബായി ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ലീല റോയ്, രേണുക റോയ്, സുജീത കൃപലാനി. ഇത്രയും പേരും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുസ്ലിം അംഗമായിട്ടിരുന്ന ഒരേ ഒരു വനിത ബീഗം ഐസ്വാസ് റസൂൽ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം കൂടെ ഓർക്കണം. പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്ന് നോമിനേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഏത് പ്രിൻസിലി സ്റ്റേറ്റിനായിരുന്നു എന്നറിയോ? മൈസൂറിനായിരുന്നു. സെക്കൻഡ് തിരുവിതാംകൂറിനായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, ചിലപ്പോൾ ചോദിക്കാം. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ സീറ്റ് മൈസൂറിനായിരുന്നു, സെക്കൻഡ് തിരുവിതാംകൂറിനായിരുന്നു. ഓക്കെ, ഇപ്പോൾ വനിതകളെ കുറിച്ച് പറഞ്ഞു. 15 വനിതകളെ നമ്മൾ കണ്ടു. അതിൽ 3 മലയാളികളെ നിങ്ങൾ കണ്ടു. ആ മലയാളികളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു ദാക്ഷായണി വേലായുധനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ദാക്ഷായണി വേലായുധനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത വനിതയായിരുന്നു. പിന്നെ അവർ ഏത് പ്രൊവിൻസ് ആണ് റെപ്രസെന്റ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് ആണ്. ഓക്കെ, മലയാളിയാണെന്ന് വെച്ച് നിങ്ങൾ അത് വിചാരിക്കരുത്, മദ്രാസ് ആണ്. പിന്നെ അമ്മു സ്വാമിനാഥനും മദ്രാസ് തന്നെയാണ്. കാരണം മദ്രാസ് സംസ്ഥാനത്ത് അല്ലെങ്കിൽ മദ്രാസ് പ്രോവിൻസിന്റെ കീഴിലായിരുന്നു മലബാർ, അത് നിങ്ങൾക്കറിയാലോ. സോ മലബാറിനെ എന്നുള്ള രീതിയിൽ പ്രതിനിധീകരിച്ചാണ് ഇവർ രണ്ടുപേരും വരുന്നത്. പിന്നെ ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനും ഇതാണെങ്കിൽ ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെയാണ് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, തിരുവിതാംകൂർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. ഒന്നാമത്തത്, നമ്മുടെ ലാബ് അസിസ്റ്റന്റിന് വന്ന ചോദ്യം ഞാൻ പറയാം. കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ട് ബന്ധപ്പെട്ട്. ശരിയായത് ഇതാണ്. ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു: 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞത് അല്ലെ? രണ്ടാമത്തെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. പരോക്ഷ തിരഞ്ഞെടുപ്പ്, അതായത് ഇൻഡയറക്ട് ഇലക്ഷനിലൂടെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തത്. ജനങ്ങളുടെ ഇതിന് ആനുപാതികമായിട്ടുള്ള രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആയിരുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ തന്നെയാണ്, ഇൻഡയറക്ട് ഇലക്ഷൻ ആയിരുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചിരുന്നത്. അതായത് 5 ലക്ഷം പോപ്പുലേഷന് ഒരാൾ, അങ്ങനെയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. കണ്ടോ, ഇത് എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യം. ഇത് നിങ്ങൾ കൂടുതലൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് ഫയലിൽ നോക്കിയാൽ പോലും കാണില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും അതിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇത് 5 ലക്ഷം അല്ല, പകരം 10 ലക്ഷം. ഓക്കെ, അതായത് 1 മില്യൺ. ഓക്കെ, 1 മില്യൺ ആലോചിച്ചാൽ മതി. 1 മില്യൺ ജനങ്ങൾക്ക് ഒരാൾ എന്നുള്ളതായിരുന്നു അനുപാതം. ഓക്കെ, അപ്പോൾ ഇത് എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരം ട്രിക്കി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനാണ് ഞാൻ ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി KS ചോദിച്ച ചോദ്യം. KS നോർമൽ ശരിയാണെങ്കിൽ ഇങ്ങനെയായിരുന്നു ചോദ്യം. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാനില്ല, അതാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കാത്ത കേട്ടോ. ഏത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ദക്ഷിണേന്ത്യൻ പ്രോവിൻസ് ഏതാണ്? അത് മദ്രാസ് ആണ്. ഓക്കെ, മദ്രാസ് പ്രോവിൻസ് ആണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഫ്രം ദക്ഷിണേന്ത്യൻ, അതായത് സദേൺ പ്രോവിൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതായിരുന്നു ആ ചോദ്യം. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് അധികം റാങ്ക് ഫയലിൽ കാണാൻ പറ്റത്തില്ല. ആയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് ആയിട്ട് ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതിൽ ഈ പറയുന്ന എല്ലാ എക്സ്ട്രാ ഫാക്ട്സും തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. പഠനം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഏരിയാസ് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കണം. അത് ഡിഗ്രി ലെവലിലാണെങ്കിലും ഏത് ലെവലിലാണെങ്കിലും. ഓക്കെ, സാധാരണ പണ്ടത്തെ ഒരു റാങ്ക് ഫയൽ സിസ്റ്റത്തിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുള്ള പഠനം പോരാ, നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കണം. സോ നമ്മൾ അത് പെട്ടെന്ന് മറന്നു പോകില്ല. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച്
നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ഉള്ള ഒരു ബേസിക് നോളജ് ഉണ്ട് എങ്കിൽ, നമുക്ക് അതിൽ നിന്ന് ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് മാത്രം ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻസ് സെക്കൻഡ് പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള മെയിൻസ് പേപ്പറിൽ ചോദിച്ച ചോദ്യമുണ്ട്. ഓക്കെ, അത് നിങ്ങളധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വളരെ ഡെപ്തിലാണ് അവർ ചോദിച്ചത്. ടെക്സ്റ്റിൽ ഒന്നുമില്ല പോയിന്റ്. ഓക്കെ, പക്ഷേ ടെക്സ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് മാത്രമാണ് അവരിത് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു സ്റ്റഡി മെത്തേഡ് നമ്മൾ കുറച്ചുകൂടെ റിഫൈൻഡ്, പോളിഷ്ഡ് ആൻഡ് എന്താണ് ഷാർപ്പ് ആക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വേണം പഠിക്കാൻ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി ക്ലാസ്സസ് നിങ്ങൾക്ക് തുടർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് സെൽഫായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും അധികം എന്ത് ചെയ്യണം, എക്സ്ട്രാ റെഫർ ചെയ്ത് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് സംഭവം എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.